നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധി പറയാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. കേരളം കാത്തിരിക്കുന്ന വിധിദിനമാണ്. പ്രത്യേകിച്ചും ജനപ്രിയ നായകൻ സൂപ്പർ താരം ദിലീപിന്റെ ഭാവി എന്താകും എന്നുകൂടി കോടതി നിശ്ചയിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. ദിലീപ് ആലുവയിലെ വീട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് ദിലീപിന്റെ ആരാധകരും സഹപ്രവർത്തകരും ഒക്കെ എത്തുന്നുണ്ട്. കോടതിയിൽ ഈ 10 പ്രതികളും ഹാജരാകണം. കൂട്ടിൽ കയറി നിൽക്കണം. ശിക്ഷ വിധിച്ച ആളുകൾക്ക് കൂട്ടിൽ തന്നെ തുടരണം. മറ്റുള്ളവർക്ക് കോടതി അവരെ വെറുതെ വിട്ടു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കേരളം കാത്തിരിക്കുന്ന നിർണായകമായ ദിവസമാണ് ഇന്ന്. കോടതി എന്തു പറയും എന്നത് കാത്തിരിക്കണം. നമുക്ക് വളരെ പെട്ടെന്ന് വേഗത്തിൽ വാർത്തകൾ നോക്കാം. കേരളം കാത്തിരിക്കുന്ന ശിക്ഷാവിധി ഇന്ന്. ദിലീപ് പ്രതിയായ നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് വിധിദിനം. കേസിൽ 10 പ്രതികൾ കോടതിയിൽ നേരിട്ടെത്തും. നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അതിജീവിത ഹാജരാക്കിയ സാഹചര്യ തെളിവുകളിൽ പ്രതീക്ഷ അർപ്പിച്ച് പ്രോസിക്യൂഷൻ. അവൾക്കൊപ്പമെന്ന് WCC. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുമോ എന്ന സംശയമുണ്ടെന്ന് ഉമാ തോമസ് MLA. ഒളിവിൽ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടാമത്തെ ലൈംഗിക ആരോപണ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വിധി ഇന്ന്. പെൺകുട്ടിയുടെ മൊഴി ലഭിക്കാത്തത് പ്രോസിക്യൂഷന് വെല്ലുവിളി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ. 7 ജില്ലകളിൽ ഇന്ന് നിശബ്ദ പ്രചാരണം. കലാശക്കൊട്ടിൽ പലയിടത്തും സംഘർഷം. മലപ്പുറത്ത് സ്ഥാനാർത്ഥി കുഴഞ്ഞു വീണ് മരിച്ചത് എടക്കര മൂത്തേടം പഞ്ചായത്തിലെ 7ാം വാർഡ് ലീഗ് സ്ഥാനാർത്ഥി വട്ടത്തു ഹസീന. രാത്രി വരെ നീണ്ട പ്രചാരണത്തിന് ശേഷം വീട്ടിലെത്തിയ ഉടൻ കുഴഞ്ഞു വീഴുകയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ SIT. വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിലും വാദം. N വാസുവിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കും. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് പാർലമെന്റിൽ പ്രത്യേക ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം. ലോക്സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിടും. നാളെ രാജ്യസഭയിലും ചർച്ച. വിമാന സർവീസുകളിലെ പ്രതിസന്ധിക്ക് പരിഹാരം വൈകുന്നു. പ്രതിദിന സർവീസുകൾ സാധാരണ നിലയിലാക്കാൻ തീവ്ര ശ്രമം. റദ്ദാക്കിയ വിമാനങ്ങളിലെ യാത്രക്കാർക്ക് പണം തിരികെ നൽകി ഇൻഡിഗോ. വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ആ ദിനം ഇന്ന്. സംസ്ഥാനത്ത് കോളിളക്കം സൃഷ്ടിച്ച നടിയെ ആക്രമിച്ച കേസിൽ ഇന്ന് നിർണായക വിധിയാണ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. ഏതാണ്ട് 11 മണിയോടുകൂടി ആ വിധി പ്രസ്താവം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. 10 മണിക്ക് ശേഷം കോടതി നടപടികൾ തുടങ്ങും. ഇതിന്റെ പ്രത്യേകത, പ്രതികളെല്ലാം ഇന്ന് കോടതിയിൽ എത്തും എന്നുള്ളതാണ്. അതിലൊരു പ്രതി മാത്രമാണ് ഇപ്പോൾ ജയിലിലുള്ളത്. മറ്റുള്ളവരൊക്കെ ഇപ്പോൾ പുറത്തുണ്ട്, ജാമ്യത്തിലുള്ളവരുണ്ട്. ദിലീപ് വീട്ടിലുണ്ട്. ദിലീപ് എത്തും. ഇന്നലെയും ഇന്നുമായി അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തുകയാണ് താരം. 10 പ്രതികൾ കേസിലുണ്ട് എന്ന് നമുക്കറിയാം. പീഡനശ്രമം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന, ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെ അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. 2017 ഫെബ്രുവരി 17 കേസിനാസ്പദമായ സംഭവമുണ്ടായത്. പൾസർ സുനി എന്ന സുനിൽ ആണ് കേസിലെ 1ാം പ്രതി. മാർട്ടിൻ ആന്റണി, B മണികണ്ഠൻ, VP വിജീഷ്, H സലീം, പ്രദീപ്, ചാർലി തോമസ് എന്നിവർ 2 മുതൽ 7 വരെയുള്ള പ്രതികൾ. P ഗോപാലകൃഷ്ണൻ എന്ന നടൻ ദിലീപാണ് കേസിലെ 8ാം പ്രതി. സനൽകുമാർ, G ശരത് എന്നിവരാണ് പ്രതിപട്ടികയിലുള്ള മറ്റു 2 പേർ. വിധി കേൾക്കാൻ അതിജീവിത കോടതിയിൽ എത്തിയേക്കില്ല. അവർ തൃശ്ശൂരിലെ വീട്ടിൽ തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ കോടതി പരിസരത്തുണ്ട്. ഒപ്പം ആലുവയിൽ ദിലീപിന്റെ വീടിന് സമീപത്തും ആജ്ഞ രവീന്ദ്രനുണ്ട്. നവമി ദിനേശും ഡാനി പോളും ഒപ്പം ടോമും ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ഞാൻ മനസ്സിലാക്കുന്ന ടോമുള്ളത് കോടതി പരിസരത്താണ്. ടോമും നവമിയും അടക്കം കോടതി പരിസരത്തുണ്ട്. ആജ്ഞ ആലുവയിൽ ദിലീപിന്റെ വീടിനടുത്തുണ്ട്. ഒപ്പം ഡാനി പോളും ചേരുന്നുണ്ട്. ആദ്യം ടോമിലേക്ക്. ടോം, സുപ്രധാനമായ ദിവസമാണ്. മനസ്സിലാക്കേണ്ടത്, എല്ലാ പ്രതികളും ഇന്ന് കോടതിയിൽ വരണം. അതിനുശേഷം കോടതിക്ക് അതിൻ്റെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഒരുപക്ഷെ ഇന്ന് കുറ്റക്കാരൊക്കെ വിട്ടയക്കുന്നു എന്ന കാര്യത്തിൽ ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായേക്കാം. ശിക്ഷ പറയുന്നത് അടുത്ത ദിവസത്തേക്ക് മാറ്റിയേക്കാം. അങ്ങനെ സങ്കീർണമായ നിരവധി കോടതി പ്രക്രിയകൾക്ക് ശേഷമാണല്ലോ. എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? എപ്പോഴേ കോടതി നടപടികൾ ആരംഭിക്കും?
രഞ്ജിത്ത്, കേരളം കാത്തിരുന്ന, അതായത് 8.5 വർഷത്തോളം കേരളം കാത്തിരുന്ന കേസിലാണ് ഇപ്പോൾ ഇന്ന് വിധി വരുന്നത്. അതായത് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലാ കോടതി സമുച്ചയത്തിന് മുന്നിലാണ്. ഇവിടെ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇന്ന് ഈ കേസിൽ, അതായത് കൊച്ചിയിലെ നടിയാക്രമണ കേസുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറയുന്നത്. അതായത് കൃത്യം 11 മണിക്ക് ഈ കേസിൽ കോടതി വിധി പറയുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് കേസിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കോടതി പരിസരത്തിന് മുന്നിൽ നിരവധി പോലീസുകാരുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഈ കോടതി പരിസരമുള്ളത്. കാരണം നമുക്കറിയാം, ഈ കേസിലെ പ്രതികളെല്ലാം, നടൻ ദിലീപ് അടക്കം 10 പ്രതികളും ഈ കേസിൽ കോടതി വിധി പറയുന്നത് കേൾക്കാനായി ഇവിടെ എത്തും. അതിനുശേഷമായിരിക്കും വിധി പറയുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ദിവസമായി ദിലീപ് വിവിധ ക്ഷേത്രങ്ങളിൽ, പള്ളികളിലൊക്കെ ദിലീപ് നേർച്ച കാഴ്ചകളുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കാരണം അത്രയധികം ദിലീപിനെ സംബന്ധിച്ച് നിർണായകമായിട്ടുള്ളൊരു വിധിയാണ്, നിർണായകമായിട്ടുള്ളൊരു ദിവസമാണ്. കാരണം കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ കുറ്റകൃത്യങ്ങളുടെ ചരിത്രത്തിൽ അസാധാരണമായ, അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ളൊരു കേസായിരുന്നു ഈ നടിയാക്രമണ കേസ്. അതായത് കൃത്യമായി പറഞ്ഞ 2017 ഫെബ്രുവരി 17 കേരളത്തെ നടുക്കിയ, പുലർച്ചെ അന്ന് രാവിലെ കേരളത്തെ നടുക്കിയ വാർത്ത പുറത്തു വരുന്നു. അതായത് കൊച്ചി നഗരത്തില് രാത്രിയിൽ ഒരു നടി ക്രൂരമായ ആക്രമണത്തിന് ഇരയാകുന്നു. തുടക്കത്തിൽ തട്ടിക്കൊണ്ടുപോയി എന്ന രീതിയിലുള്ള വാർത്തകളായിരുന്നു പുറത്തു വന്നതെങ്കിൽ അതിനുശേഷം, അതായത് ഏതാനും മണിക്കൂറുകളിൽ തന്നെ അതൊരു കൂട്ട ബലാത്സംഗമായിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നു. പിറ്റേ ദിവസം, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് കേസ് നടന്നതിന്റെ ഫെബ്രുവരി 18-ാം തീയതി കേസിലെ 2ാം പ്രതി മാർട്ടിൻ, അതായത് നടിയുടെ ഡ്രൈവറായിട്ടുള്ള മാർട്ടിൻ പിടിയിലാകുന്നു. അതിനുശേഷം 19-ാം തീയതി മറ്റു 2 പ്രതികൾ കൂടി പിടിയിലാകുന്നു. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കോടതി സമുച്ചയത്തിലാണ് പൾസർ സുനി, കേസിലെ 1-ാം പ്രതിയായിട്ടുള്ള, നടിയെ ബലാത്സംഗം ചെയ്ത പൾസർ സുനി ഇവിടെ കീഴടങ്ങാൻ എത്തിയപ്പോഴുള്ള നാടകീയമായ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. കാരണം കേരളത്തിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള കാഴ്ചകളായിരുന്നു അത്. അതിനുശേഷം പോലീസ് ഇവിടെ കീഴടങ്ങാനെത്തിയ പ്രതിയെ, പൾസർ സുനിയെ പോലീസ് ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുന്നു. വിശദമായി നടത്തിയ ചോദ്യം ചെയ്യൽ, അതിനുശേഷം കോടതിയിൽ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു. പക്ഷേ അവിടെയും ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളില്ല. പക്ഷെ കൃത്യമായ സൂചനകളുണ്ടായിരുന്നു. ഈ സംഭവം നടന്ന്, അതായത് നടിയാക്രമണ കേസ് നടന്ന്, സംഭവം നടന്ന് ദിവസങ്ങൾക്കുள் തന്നെ ഈ ദർബാർ ഹാൾ ഗ്രൗണ്ടില് സിനിമാ പ്രവർത്തകരുടെ ഒരു സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി. അതായത് ഈ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. അന്ന് ദിലീപ് അടക്കമുള്ളവർ അന്നത്തെ ആ സംഗമത്തിൽ പങ്കെടുത്തു. നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പക്ഷെ അവിടെ നടി മഞ്ജു വാര്യർ നടത്തിയൊരു പ്രസ്താവനയാണ്, അതായത് ഈ കേസ് കൃത്യമായ ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ കേസെന്ന മഞ്ജു വാര്യരുടെ പ്രസ്താവന. അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ, ദിലീപിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു. അങ്ങനെ ദിലീപ്, ഈ സംഭവം നടന്ന്, അതായത് ജൂലൈയിലാണ്, മാസങ്ങൾക്ക് ശേഷമാണ് ദിലീപിലേക്ക് അന്വേഷണം എത്തുന്നത്, ദിലീപിനെ ചോദ്യം ചെയ്യുന്നത്. ജൂൺ മാസത്തിൽ ദിലീപിനെ ആദ്യമായി ചോദ്യം ചെയ്യുന്നു. ജൂലൈ 10-ാം തീയതി ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്നു. 8-ാം പ്രതിയായ ദിലീപ് അറസ്റ്റിലാകുന്നു. 85 ദിവസത്തോളം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ നിന്നാണ് ദിലീപിന് ജാമ്യം കിട്ടിയത്. അതായത് 5 തവണ ഹൈക്കോടതി ദിലീപിന്റെ ജാമ്യാപേക്ഷ തള്ളുന്നു. 6-ാം തവണയാണ് ദിലീപിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചുകൊണ്ട് കോടതി ദിലീപിന് ജാമ്യം അനുവദിക്കുന്നത്. അതിനുശേഷമുള്ള സംഭവവികാസങ്ങൾ, അതായത് പിന്നീട് അതിവേഗത്തിൽ ഉള്ള വിചാരണ നടപടികൾ നടക്കുമെന്ന് കരുതിയെങ്കിൽ പോലും പല രീതിയിലുള്ള അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്ക. കാരണം സാക്ഷികളുടെ കൂറുമാറ്റമടക്കം നമ്മൾ കണ്ടതാണ്. പിന്നീട് സുപ്രീം കോടതി വരെയും ഈ നടിക്ക് നിയമപോരാട്ടം നടത്തേണ്ടി വന്നു. സുപ്രീം കോടതിയുടെ അന്ത്യശാസനമുണ്ടായി 6 മാസത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്ന്. പക്ഷെ അതിനുശേഷം കോവിഡ്, മറ്റ് പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുന്നു. വീണ്ടും കേസിന്റെ വിചാരണ നടപടികൾ നീളുന്നു. പിന്നീടാണ് ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ, നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ വരുന്നത്. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും ഈ കേസുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിന്റെ 2ാമത്തെ കുറ്റപത്രം അന്വേഷണ സംഘം സമർപ്പിക്കുന്നതിനൊക്കെ ഒടുവിലാണ് ഈ കേസിൽ ഇപ്പോൾ, അതായത് വർഷങ്ങൾക്ക് ശേഷം 8 വർഷത്തോളം എടുത്തു ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു വിധിന്യായത്തിലേക്ക് എത്താൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്കറിയാം, ബാലേന്ദ്രകുമാർ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാന പങ്ക് വഹിച്ച ആളാണ്. മറ്റൊന്ന് PT തോമസ് MLA ഈ ഘട്ടത്തിൽ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ നീക്കങ്ങളും, ചടുലമായ നീക്കങ്ങളും, 3 തവണ മൊഴി കൊടുക്കാൻ എത്തിയതുമൊക്കെയാണ് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായത്. ഇന്ന് PT തോമസിന്റെ സഹധർമ്മിണി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത്, ഒരു പിതാവിന്റെ വാത്സല്യത്തോടെ, പിതാവിന്റെ ആശങ്കയോടെ PT ഉറങ്ങാതെ കിടന്ന ദിവസങ്ങളെക്കുറിച്ച് മറ്റുമാണ്. നവമി ദിനേശ്, നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദിലീപ് ഇപ്പോൾ ആലുവയിലെ വീട്ടിലാണ്. അവിടെ ആജ്ഞാ രവീന്ദ്രനുണ്ട്, സുനിൽ, പൾസർ സുനി വീട്ടിലുണ്ട്,
കേസുണ്ട്. 9ാം പ്രതിയാണ് വിയ്യൂർ ജയിലിലുള്ളത്. അയാളെ പോലീസ് ഇവിടെ എത്തിക്കും. മറ്റൊന്ന്, ഈ മറ്റ് പ്രതികളെല്ലാം പല കേസുകൾ, ഇത്തരം കേസുകളിലൊക്കെ ജാമ്യത്തിലാണ്. ഇവരൊക്കെ ഇന്ന് എത്തിയേ പറ്റൂ. ഈ കോടതി പരിസരത്ത് വലിയ സുരക്ഷാ സന്നാഹവും മറ്റുമുണ്ട്. ഏതാണ്ട് 10 മണിക്ക് ശേഷം കോടതിയുടെ നടപടികൾ ആരംഭിക്കും. 11 മണിക്ക് ശേഷം കുറച്ചുകൂടെ ത്വരിതപ്പെടും കാര്യങ്ങളെന്നാണ്. മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിയോടുകൂടി ഇവരെയൊക്കെ കോടതി പരിസരത്തേക്ക് ഈ പ്രതികളൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കണം? അഭിഭാഷകർ, മറ്റ് ക്രമീകരണങ്ങൾ, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഇന്ന് ദിലീപിനെ സംബന്ധിച്ച് തന്നെയാണ് ഏറ്റവും നിർണായകമായിട്ടൊരു ദിവസം എന്ന് നമുക്ക് പറയാം, നിസ്സംശയം പറയാൻ സാധിക്കും. 8 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഡിസംബർ 8-ാം തീയതി 8ാം പ്രതിയായിട്ടുള്ള ദിലീപിന് ഇന്ന് 8ന്റെ പണി കിട്ടുമോ അതോ കോടതി കുറ്റവിമുക്തനാക്കുമോ എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. ഇതിൽ 10 പ്രതികളാണുള്ളത്. ദിലീപ് ഇപ്പോൾ സ്വന്തം വീട്ടിൽ, ആലുവയിലെ വീട്ടിലുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്ല, സഹോദരന്റെ വീട്ടിലുണ്ടെന്നൊക്കെ പല അഭ്യൂഹങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും 11 മണിയോട് കൂടി 10 പ്രതികൾക്കും കോടതിയിൽ എത്തിയേ മതിയാകൂ. അവരെന്തായാലും എത്തും. കഴിഞ്ഞ തവണ ഈ വിചാരണയുടെ തീയതി, ഈ വിധിയുടെ തീയതി പറയുന്ന ദിവസം 1ാം പ്രതിയായിട്ടുള്ള പൾസർ സുനി കോടതിയിലുണ്ടായിരുന്നു. ഓരോ വിചാരണ വേളയിലും അല്ലെങ്കിൽ കേസെടുക്കുന്ന സാഹചര്യങ്ങളിലും എല്ലാം തന്നെ പൾസർ സുനി കോടതിയിൽ കൃത്യമായി എത്തുകയും ചെയ്തിരുന്നു. പൾസർ സുനിയുടെ അമ്മയും ഇന്ന് കോടതിയിൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതേസമയം അതിജീവിത ഇന്ന് കോടതിയിൽ എത്തിയേക്കില്ല. അവർ തൃശ്ശൂരിലുള്ള സ്വന്തം വീട്ടിൽ തന്നെ ആയിരിക്കും, അവിടെ നിന്നായിരിക്കും മാധ്യമങ്ങളിലൂടെ ഈ വിധി കേൾക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പൾസർ സുനി ഉണ്ടാകും, ബാക്കി 10 പ്രതികളുണ്ടാകും. പൾസർ സുനിയുടെ അമ്മയും ഇന്ന് കോടതിയിൽ വിധി കേൾക്കാനായി എത്തും. വളരെ കോളിളക്കം സൃഷ്ടിച്ച, കേരളം മാത്രമല്ല രാജ്യം മുഴുവനും ഉറ്റുനോക്കിയൊരു കേസ് കൂടിയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ആദ്യമായിട്ടായിരിക്കും നമ്മൾ കേൾവിയില്ലാതെ ആദ്യമായി ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുന്നതിനു വേണ്ടി കൊട്ടേഷൻ കൊടുക്കുക. അതും മലയാളത്തിലെ തന്നെ ജനപ്രിയനായിട്ടുള്ള നടൻ ദിലീപ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏറെ ഞെട്ടലോടുകൂടിയാണ് ഈ വാർത്ത കേരളം കേട്ടുണർന്നത്. പിന്നീട് അവിടെ നിന്ന് നമ്മൾ കണ്ടത് ദിലീപ് എന്ന നടന്റെ വലിയൊരു പതനം എന്ന് തന്നെ പറയാം. അതിനുശേഷം അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെല്ലാം വേണ്ട രീതിയിൽ സ്വീകാര്യത ലഭിക്കാതെ വരുന്നു. അദ്ദേഹത്തെ കൈയടിച്ച് സ്വീകരിച്ചവർ തന്നെ കൂകി വിളിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും ദിലീപിന്റെ അവസ്ഥ മാറി മറിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊക്കെ അപ്പുറത്തേക്ക് മലയാള സിനിമയിൽ തന്നെ ഉണ്ടായ മാറ്റം 2 തട്ടായി മാറുന്നു. മലയാള സിനിമയിലെ ഒരു കൂട്ടം സ്ത്രീകൾ ഈ ദിലീപിനെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സിനിമയിലെ അനീതിക്കെതിരെ പോരാടിക്കൊണ്ട്, പ്രതിഷേധിച്ചുകൊണ്ട്, അതിനെതിരെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് ആ സംഘടനയിൽ നിന്ന് വിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പുതിയൊരു സംഘടന രൂപീകരിക്കുന്നു. അതിനുശേഷം മലയാള സിനിമയിലുണ്ടായ മാറ്റം എന്താണെന്ന് നമ്മൾ കണ്ടതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, ഹേമ കമ്മിറ്റി ഒരു കമ്മീഷനെ തന്നെ നിയമിക്കുന്നു സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന്. അതൊക്കെ കഴിഞ്ഞ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് ഇന്ന് എത്തി നിൽക്കുന്ന സ്ത്രീകളുടെ സാന്നിധ്യം, അത് ഈ അതിജീവിതയുടെ പോരാട്ടത്തിന്റെ ഫലമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. തീർച്ചയായും സിനിമാ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാക്കിയ, ഒരുപക്ഷെ സിനിമാ മേഖല 2ആയി വിഘടിക്കപ്പെട്ട നടന്മാർ, സംവിധായകർ, ടെക്നീഷ്യൻസ് ഒക്കെ 2 ചേരിയിലേക്ക് മാറിയ, മൊഴികളിലൊക്കെ മാറ്റങ്ങൾ, വൈരുദ്ധ്യങ്ങളൊക്കെ വന്ന് ആദ്യം മൊഴി കൊടുക്കുന്നു, പിന്നീട് പലരും മൊഴി മാറ്റുന്നു. അങ്ങനെ നിരവധിയായ സംഭവവികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു 8 വർഷം. ഏറ്റവും ഒടുവിൽ 2018 മാർച്ച് 8-ന് വിചാരണ തുടങ്ങിയിട്ട് കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തി എന്നുള്ളതാണ് ദിലീപിനെതിരായ കുറ്റം ചാർത്തപ്പെട്ട് ഇപ്പോൾ വിചാരണ നേരിടുന്നത്. നമുക്ക് ടോമിലേക്ക് ഒന്നുകൂടി പോകണം. ഞാൻ മനസ്സിലാക്കുന്നത് ടോമിനൊപ്പം നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് കൂടി ഉണ്ട്. അതിൻ്റെ നിയമവശങ്ങൾ, നിയമവഴികൾ, ഇന്ന് കോടതിയിൽ നടക്കാൻ പോകുന്ന പ്രൊസീജിയേഴ്സ്, അത് കൃത്യമായി CN പ്രകാശ് പങ്കുവെക്കുമെന്ന് കരുതാം. ടോം, വളരെ പെട്ടെന്ന് പ്രകാശിലേക്ക്. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വളരെ അസാധാരണമായ സംഭവങ്ങളായിരുന്നു ഈ കേസുമായി ബന്ധപ്പെടുന്നത്. വളരെ സംഭവബഹുലമായ നിയമ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചൊരു കേസ് കൂടിയാണ്. അതായത് വിചാരണ കോടതി, പിന്നീട് ഹൈക്കോടതി, സുപ്രീം കോടതി വരെയും ഇതിന്റെ വിചാരണ അടിയന്തരമായി പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് പോരാട്ടം നടത്തേണ്ടി വന്നു. മാത്രമല്ല അതോടൊപ്പം ഈ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം പല രീതിയിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും ഉൾപ്പെടെ ഉണ്ടായൊരു സംഭവം കൂടി, ഒരു കേസ് കൂടിയാണ്. തീർച്ചയായും അതിന്റെ ഈ നിയമവഴികൾ, നിയമ പോരാട്ടങ്ങളൊക്കെ കൃത്യമായി പരിശോധിക്കേണ്ടതാണ്. തുടക്കം മുതൽ ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ള, കേസ്
ഫോളോ ചെയ്തിട്ടുള്ള നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് CN പ്രകാശ് ചേരുന്നുണ്ട്. തീർച്ചയായും ഒരുപക്ഷെ 2019 സമയത്ത് താങ്കൾ ആ സമയങ്ങളിലൊക്കെ ന്യൂസ് 8ന്റെ ഭാഗമായി റീജിയണൽ ഹെഡായിരുന്ന സമയം ഇതെങ്ങനെയായിരുന്നു കേസ്? കാരണം അതിനുശേഷം വലിയ കൂറുമാറ്റങ്ങൾ ഉണ്ടായി. ഈ നടിക്ക്, ഈ അതിജീവിതയ്ക്ക് സുപ്രീം കോടതി വരെ നിയമ പോരാട്ടം നടത്തേണ്ടി വന്നു. പല കൂറുമാറ്റങ്ങൾ എന്തായിരിക്കും ആ കാലയളവിലൊക്കെ ഈ കേസിൽ സംഭവിച്ചത്? കാരണം അന്വേഷണ സംഘത്തെ പോലും സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കോടതിയെ പോലും, കോടതിയുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പല സംശയങ്ങളും ആരോപണങ്ങളൊക്കെ ഉയർന്ന ഒരു സംഭവം കൂടിയാണ്. തീർച്ചയായും കേരളത്തിന്റെ നിയമചരിത്രത്തിൽ ഇത്രയേറെ അപൂർവതകളുള്ള, ഒപ്പം തന്നെ ഇത്രയേറെ സങ്കീർണമായിട്ടുള്ള, രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠം വരെ വിചാരണ നടപടികളടക്കം, പ്രോസിക്യൂഷനും ഒരു ഘട്ടത്തിൽ ഇരയും മറ്റ് പ്രതികളടക്കം ഉന്നത കോടതിയെ സമീപിക്കുന്ന സാഹചര്യം, ഇത്തരം നീണ്ട ഒരു കാലയളവിൽ വിചാരണ നടന്നതും എല്ലാം അപൂർവമായ കേസാണ്. ഒരു ജഡ്ജി തന്നെ, സാധാരണ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിമാർ 3 വർഷമാണ് അവരുടെ കാലാവധി. അതിനുശേഷം മറ്റ് ജഡ്ജിമാർ വന്ന് ആ കേസുകൾ വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പക്ഷേ ഇത് രാജ്യത്തെ പരമോന്നത നീതിപീഠം തന്നെ ഒരു ജഡ്ജി തന്നെ ഈ കേസ് കേൾക്കണം എന്ന നിർദ്ദേശം നൽകുകയും ആ ഘട്ടത്തിലാണ് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസ് 8 വർഷം നീണ്ട വിചാരണ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെ അത്തരത്തിലുള്ള അപൂർവതയുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇരയും ഒപ്പം തന്നെ പ്രോസിക്യൂഷനും ഒപ്പം തന്നെ പ്രതികളും ഈ വിചാരണ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ ഉപഹർജിയും ഒപ്പം തന്നെ അപ്പീലും നൽകിക്കൊണ്ട് സമീപിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അപൂർവമായിട്ടുള്ള, ഒട്ടേറെ സങ്കീർണമായിട്ടുള്ള ഒരു കേസാണ്. പല ഘട്ടത്തിലും പലതരത്തിലുള്ള ട്വിസ്റ്റാണ് ഈ കേസ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തൽ ഈ കേസിൽ പിന്നീട് ഒരു തുടരന്വേഷണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. കോവിഡ് മഹാമാരി വന്നപ്പോൾ ഇടക്കാലത്തേക്ക് വിചാരണ നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നു. പിന്നീട് ഈ തുടരന്വേഷണത്തിന് വേണ്ടി, ബാലചന്ദ്രന്റെ വെളിപ്പെടുത്തലിന്റെ പശ്ചാത്തലത്തിൽ തുടരന്വേഷണത്തിന് വേണ്ടി കുറെ കാലം വിചാരണ നടപടികൾ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അത് മാത്രമല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന്റെ വിചാരണ നടപടികൾ, അദ്ദേഹത്തിന്റെ ക്രോസ് വിസ്താരം അടക്കം നടന്നത് ഏതാണ്ട് 100 ദിനങ്ങളാണ് അന്ന് ഇവിടെ ദിലീപിന്റെ വിസ്താരം മാത്രം നടന്നത്. അത് ഒരു പ്രതിയിൽ മാത്രം അത്ര ഏറെ ദിനങ്ങൾ നടക്കുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത്തരത്തിൽ അപൂർവമായ ഒട്ടേറെ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിരവധിയായ കുറ്റങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ, 10 പ്രതികൾക്കെതിരെ ചാർത്തിയിട്ടുള്ളത്. അന്യായമായി തടങ്കൽ വെക്കൽ, ഒപ്പം തന്നെ ബലപ്രയോഗം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 376D ആണ്. IPC 376D പ്രകാരം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കുറ്റം. അത് 20 വർഷം വരെ തടവ്, ഒപ്പം തന്നെ ജീവപര്യന്തം അടക്കം ലഭിക്കാവുന്ന കുറ്റമാണ്. ഇന്ന് നടക്കാൻ പോകുന്ന നടപടിക്രമം എന്ന് പറയുന്നത് 11 മണിക്ക് കോടതി ആരംഭിച്ച ശേഷം, റോൾ കോൾ ആരംഭിച്ച ശേഷം ഈ കേസിന്റെ നമ്പർ വിളിക്കുകയും ഒപ്പം തന്നെ അതിനുശേഷം ഈ കേസുമായി ബന്ധപ്പെട്ട് ഓപ്പൺ കോടതിയിൽ ഇന്ന് ഇതിന്റെ വിധിപ്രസ്താവം ഉണ്ടാകും. ആ വിധിപ്രസ്താവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 10 പ്രതികൾ ആരെല്ലാമാണ് കുറ്റക്കാർ, ആരെല്ലാം അല്ല കുറ്റക്കാരല്ല, അക്വിറ്റ് ചെയ്യുന്നു, ആരെല്ലാം അക്വിറ്റ് ചെയ്യുന്നു, ഒപ്പം തന്നെ കൺവിക്ട് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ശിക്ഷാവിധി ഇന്നുണ്ടാകാൻ സാധ്യതയില്ല. അതാണ് അഡ്വക്കേറ്റ് CN പ്രകാശ്. കാരണം ഈ കേസിന്റെ ഒരു പ്രത്യേകത തന്നെ ഒരു സെലിബ്രിറ്റി, അതായത് അക്കാലയളവില് കേരളത്തിലെ ഒരു ജനപ്രിയ നായകനായിരുന്ന, അല്ലെങ്കിൽ മലയാള സിനിമയെ അടക്കി ഭരിച്ചിരുന്ന ദിലീപ് കേസിന്റെ പ്രതിയായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ദിലീപ് ഈ കേസിൽ ശിക്ഷിക്കപ്പെടുമോ, അല്ലെങ്കിൽ കുറ്റക്കാരനായി ദിലീപിനെതിരെ വിധി വരുമോ എന്നതാണ് മലയാളികൾ ഒന്നടങ്കം, അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ, ദിലീപിന്റെ ആരാധകരടക്കം ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ദിലീപിനെതിരെ ചുമത്തിയിരിക്കുന്നത് ഗൂഢാലോചനയാണ്. ഗൂഢാലോചന കുറ്റത്തിൽ പരമാവധി എത്ര ശിക്ഷ ലഭിക്കും എന്നത്, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ എത്ര വരെ ശിക്ഷ ലഭിക്കാം. മാത്രമല്ല അതോടൊപ്പം ഇന്ന് ഈ ശിക്ഷാവിധി ഇന്നുണ്ടാകുമോ അതോ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുമോ, ഇത്തരം കാര്യങ്ങൾ അറിയാൻ കൂടിയൊരു ആകാംക്ഷ സ്വാഭാവികമുണ്ടാകും. ശിക്ഷാവിധി ഇന്നുണ്ടാകാൻ സാധ്യത വളരെ കുറവാണ്. ഇന്ന് ആരെല്ലാമാണ് കുറ്റവാളികൾ, ആരെല്ലാം കുറ്റക്കാരല്ല എന്ന ഒരു വിധി പ്രസ്താവമാണ് ഇന്നുണ്ടാകാൻ സാധ്യതയുള്ളത്. അതിനുശേഷം പിന്നീടായിരിക്കും ഇതിലെ ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുക. ഏതെല്ലാം കുറ്റവാളികൾക്ക്, ഏതെല്ലാം കുറ്റങ്ങൾക്ക്, ഏതെല്ലാം ഒഫൻസിന്, ഏതെല്ലാം കുറ്റവാളികൾക്ക് എത്രത്തോളം കാലാവധി ശിക്ഷ വിധിക്കും എന്നത് പിന്നീടാണ് അറിയാൻ കഴിയുക. ഏതെല്ലാം കുറ്റവാളികൾ ആണ് ഇതിലുണ്ടാവുക എന്നത് മാത്രമാണ് ഇന്ന് അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനം കേരളം ഉറ്റുനോക്കുന്നത്, നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത് നടൻ ദിലീപിന്റെ ഈ കേസിലെ സാന്നിധ്യം തന്നെയാണ്. അതിൽ ഗൂഢാലോചനയിലാണ്. ദിലീപ് അറസ്റ്റിലാകുന്നതോടുകൂടിയാണ് ഈ കേസ് മറ്റൊരു തരത്തിലേക്ക്, മറ്റൊരു വിശാലമായ ഒരു തരത്തിലേക്ക് ഇതിലെ ചർച്ചയും ഒപ്പം തന്നെ സിനിമാ ലോകവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട സാക്ഷികളുടെ വിസ്താരവും അടക്കം നടക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 261 സാക്ഷികൾ ഉണ്ടായിരുന്ന ഈ കേസിൽ 28 സാക്ഷികൾ കൂറുമാറി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ദിലീപിന് അനുകൂലമായ ഒരു നീക്കമായി വേണമെങ്കിൽ നമുക്ക് കാണാൻ കഴിയും. ഒപ്പം തന്നെ ഇതിൽ ഗൂഢാലോചനയിൽ എത്രത്തോളം ദിലീപിന്റെ പങ്ക്
പങ്കാളിത്തമുണ്ട് എന്നതനുസരിച്ചായിരിക്കും അത് എത്രത്തോളം തെളിയിക്കാൻ കഴിഞ്ഞു എന്നതനുസരിച്ചായിരിക്കും ദിലീപിന് മേൽ എത്രത്തോളം കുറ്റം ചുമത്തപ്പെടും എന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ IPC ഒപ്പം തന്നെ IT ആക്ടിന്റെയും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഹാഷ് വാല്യൂ മെമ്മറി കാർഡ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിജിറ്റൽ എവിഡൻസ് ആണ്. ആ ഡിജിറ്റൽ എവിഡൻസിൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂയിൽ ഉണ്ടായ ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങൾ വലിയ തോതിൽ നിയമവൃത്തങ്ങൾ, വലിയ നിയമ പോരാട്ടങ്ങൾ, മേൽക്കോടതിയിലടക്കം ഇതുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലെ ഡിജിറ്റൽ തെളിവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗൂഢാലോചന എത്രത്തോളം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം. അതാണ്. നമുക്ക് ടോമിലേക്ക് വരാം. സേൻ പ്രകാശ് തുടരുന്നുണ്ട്. അവിടെ ബലാത്സംഗം നടത്താൻ കൊട്ടേഷൻ കൊടുക്കുക എന്നത് നേരത്തെ ടോം പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ അപൂർവമായ കേസുകളിൽ ഒന്ന്. അതിന്റെ വിധിയാണ് വരുന്നത്. മലയാളത്തിലെ സൂപ്പർ താരമാണ് 8ാം പ്രതി എന്നതും ഈ പറഞ്ഞതുപോലെ കേരളം മുഴുവൻ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ച ഒരു കാര്യം, ഇപ്പോഴും തിരക്കുന്ന ഒരു കാര്യം, ദിലീപ് ശിക്ഷിക്കപ്പെടുമോ? ദിലീപ് എന്ന നടന്റെ കരിയറിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ. ശിക്ഷിക്കപ്പെട്ടാൽ സ്വാഭാവികമായും സിനിമയിൽ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടുകയാണ് ദിലീപ്. അതേസമയം ശിക്ഷ ലഭിച്ചില്ല, നിരപരാധിയെങ്കിൽ അതിശക്തമായ തിരിച്ചുവരവ് ദിലീപിന്റെ ഭാഗത്തുനിന്നുണ്ടാകാം. ദിലീപിന്റെ പുതിയ ചിത്രമൊക്കെ റിലീസ് ചെയ്യാനിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമുക്ക് ഡാനി പോളും ആജ്ഞ രവീന്ദ്രനുമുണ്ട്. ആജ്ഞയുള്ളത് ആലുവയിൽ ദിലീപിന്റെ വസതിക്ക് മുന്നിലാണ്. പുറകിൽ ദിലീപ് അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആജ്ഞയുടെ തൊട്ടുപുറകിൽ ഒരുപാട് ആളുകളെ കാണാം. ദിലീപിന്റെ ആരാധകരും ദിലീപിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒക്കെ അങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നുണ്ട്. അവിടെ മാധ്യമങ്ങൾക്കൊന്നും പ്രവേശനമില്ല. രാവിലെ മുതൽ തന്നെ ക്ലോസ്ഡ് ഗേറ്റ് ആണ് അവിടെ എന്ന് വേണം മനസ്സിലാക്കാൻ. ആജ്ഞ, എന്താണ് സാഹചര്യം? എത്ര മണിയോടുകൂടി ദിലീപ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് കോടതിയിലേക്ക് പുറപ്പെടും? എന്താണ് അവിടുത്തെ ഒരു പൊതുവേ ഉള്ള ഒരു വികാരം എന്താണ്? അതായത് ആരാധകർ, ദിലീപിന്റെ ഫാൻസ് ഒക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടോ? ഇപ്പോൾ ദിലീപ് ഇവിടെ നിന്ന് തന്നെ ഉണ്ട് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ദിലീപ് ഇവിടെ നിന്ന് തന്നെയായിരിക്കും കോടതിയിലേക്ക് പോവുക. അതേസമയം 10ാം പ്രതി ശരത്ത് ഇവിടെ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. ശരത്തിനെ പോലെ ഒരാൾ കാറിനകത്തേക്ക് പോയിട്ടുണ്ട്. ശരത്താണോ എന്നുള്ള കാര്യത്തിൽ, കാരണം അത് സീൽഡ് ആയിട്ടുള്ള ഒരു കാറായിരുന്നു, അതുകൊണ്ട് തന്നെ അത്ര ക്ലിയർ അല്ലെങ്കിൽ പോലും ശരത്താണ് എന്നുള്ള അനുമാനത്തിലാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും ശരത്തും കൂടി ഇപ്പോൾ ഇതിനകത്തേക്ക് പോയിട്ടുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നിന്നായിരിക്കും ദിലീപ് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്തായാലും നമുക്കറിയാം 2017 ജൂൺ 28-നാണ് ദിലീപിനെയും സുഹൃത്ത് നാദിർ ഷായെയും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ വിളിക്കുന്നത്. അന്ന് 13 മണിക്കൂറാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ നീണ്ടത്. അതിനുശേഷമാണ് വീണ്ടും 2017 അതേ വർഷം തന്നെ ജൂലൈ 10-ന് ദിലീപിനെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. ആ സാഹചര്യത്തിലാണ്, ആ ചോദ്യം ചെയ്യലാണ് ദിലീപിന്റെ അറസ്റ്റിലേക്ക് നീങ്ങിയതും തുടർന്ന് ദിലീപ് ജയിലിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. എന്നിരുന്നാലും നമുക്ക് അങ്ങേയറ്റം കേരളത്തിൽ ഞെട്ടിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു ഈ ഇതുമായി ബന്ധപ്പെട്ട് നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടും നടി ആക്രമിച്ച സംഭവവുമായി ബന്ധപ്പെട്ടും അമ്മ നടത്തിയിട്ടുള്ള ഔപചാരികമായിട്ടുള്ള ഒരു വേദിയിൽ വെച്ചിട്ട് തന്നെ ആ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മ നടത്തിയിട്ടുള്ള ഒരു പരിപാടിയിൽ വെച്ച് ദിലീപ് വീട്ടിലെ പെൺകുഞ്ഞുങ്ങൾ സുരക്ഷിതരാണോ എന്ന് ഏറ്റവും വികാരാധീനായി സംസാരിക്കുകയും ചെയ്തിരുന്ന സാഹചര്യമുണ്ട്. അതിൽ തന്നെ നടി മഞ്ജു വാര്യർ ഇതിന് പിന്നിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, അത് ചെയ്തവരെ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരേണ്ടുന്നതിനുള്ള എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്നാണ് ഞാൻ ആളുകളോട് ആവശ്യപ്പെടുന്നത്. വീട്ടിനകത്തും പുറത്തും സ്ത്രീകൾ ആവശ്യപ്പെടുന്ന ബഹുമാനം ലഭിക്കേണ്ടുന്ന സാഹചര്യമുണ്ടെന്ന് മഞ്ജു വാര്യർ ആ സമയത്ത് അങ്ങനെ ആയിരുന്നു അവരവരുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചത്. അങ്ങനെയായിരുന്നു. അത് മുതൽ ഇങ്ങോട്ട് ദിലീപിലേക്ക് ഈ 2017 ജൂൺ 28-ന് അന്വേഷണ സംഘം എത്തുന്നത് വരെ, അത് പ്രത്യേകിച്ചും 2ാം ഘട്ടത്തിലാണ് ദിലീപിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. ആദ്യം ഘട്ടത്തിൽ കേസിൽ നേരിട്ട് ഇൻവോൾവ് ആയിട്ടുള്ള പ്രതികൾ 6 പ്രതികൾ, ഈ പൾസർ സുനി ഉൾപ്പെടെ മുതൽ പ്രദീപ് ഉൾപ്പെടെയുള്ള വരെയുള്ള 6 പ്രതികൾ, ഈ 6 പ്രതികളെ ആയിരുന്നു ആദ്യം ചേർത്തിട്ടായിരുന്നു കുറ്റപത്രം സമർപ്പിച്ചിരുന്നത്. അതിനുശേഷമാണ് പിന്നെ ദിലീപിനെ ചേർത്ത് 2ാമതൊരു കുറ്റപത്രമായിരുന്നു സമർപ്പിച്ചിരുന്നത്. അങ്കമാലി മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട പ്രൊസീഡിങ്സ് നടന്നത്. കാരണം അങ്കമാലി അത്താണിയിൽ വെച്ചിട്ടാണ് നടി ആക്രമിക്കപ്പെടുന്നത്. 2017 ഫെബ്രുവരി 17 ഈ നടി ആക്രമിക്കപ്പെടുന്നത് അത്താണിയിൽ വെച്ചിട്ടാണ്. അതിനുശേഷമാണ് ഈ തുടർ നടപടികളൊക്കെ ഉണ്ടാകുന്നത്. നമുക്കറിയാം ഇതിനിടയിൽ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നു. അതിനുശേഷം 2ാം ഘട്ട വിചാരണ നടപടികൾ, ഇത് കോവിഡ് ഉൾപ്പെടെയുള്ള താമസം വന്ന ശേഷം 2ാം ഘട്ട വിചാരണ നടപടികളാണ് 2024 ആരംഭിച്ചത്, സെപ്റ്റംബറിലാണ് ആരംഭിച്ചത്. അതേ തുടർന്നാണ് ഇങ്ങോട്ട് പലതവണ നമുക്കറിയാം ഈ അവിടെ കാണാൻ സാധിക്കുന്നത് മാധ്യമപ്രവർത്തകരല്ലാതെ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു ശരത്ത് എന്ന 10ാം പ്രതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാധ്യമപ്രവർത്തകരല്ലാതെ മറ്റുള്ളവരെ ഒന്നും കാര്യമായി കാണുന്നില്ല പുറത്ത് എന്നാണോ? ഏത് തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോൾ ദിലീപിന് ഒരുപക്ഷെ നിരപരാധിയെന്ന് ദിലീപ്
വിധിക്കപ്പെട്ടാൽ, കോടതി തീരുമാനമുണ്ടായാൽ ആഘോഷത്തിനൊക്കെയുള്ള തയ്യാറെടുപ്പുണ്ട്, ലഡു വിതരണമൊക്കെ ഉണ്ടാകുമെന്നൊക്കെയുള്ള ചില വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ അങ്ങനെ എന്തെങ്കിലും കാണുന്നുണ്ടോ? അതോ ഈ വീട്ടിലേക്ക് ഇന്നിറങ്ങുന്ന ദിലീപ് തിരികെ വരില്ല എന്ന ആശങ്കയുള്ളവരും ഉണ്ടാകും ഒരുപാട് പേർ. രഞ്ജിത്ത, ഇവിടെ ഇപ്പോൾ വലിയൊരാൾക്കൂട്ടമൊന്നുമില്ല. ശരിക്കും ഈ മീഡിയയെ കണ്ടിട്ടുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇത് ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. ക്ഷേത്രത്തിൽ പോയി വരുന്നവരും മീഡിയ കണ്ടിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്ന ആളുകളുമാണ് നിലവിലുള്ളത്. ഫാൻസ് അസോസിയേഷൻ്റെ ആളുകൾ, അങ്ങനെയുള്ള ആളുകളൊന്നും നിലവിൽ ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രഞ്ജിത്ത് പറഞ്ഞതുപോലെയുള്ള ഒരുക്കങ്ങൾ, അതായത് ദിലീപിനെ പോലെ ജനപ്രിയനായ ഒരു നായകൻ തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക്, 8 വർഷത്തിന് ശേഷമുള്ള അയാളുടെ കരിയറിലേക്ക് തിരിച്ചു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പ്രഖ്യാപിച്ചാൽ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ ഒരു പക്ഷേ ഫാൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അത്തരം തയ്യാറെടുപ്പുകൾ ഉണ്ടായിരുന്നേക്കാം. പക്ഷേ എന്നിരുന്നാലും ഈ ദിലീപ് കുറ്റക്കാരനാണോ എന്നുള്ളത് തന്നെയാണ് കേരള സമൂഹം അങ്ങേയറ്റം സാഹുതം നോക്കിയിരിക്കുന്ന ഒരു വിധി. ദിലീപിന്റെ ആലുവയിലെ വസതിയാണ് കാണുന്നത്. പൂർണ്ണമായും ക്ലോസ്ഡ് ആയിട്ടുള്ള ഗേറ്റ് ആണ്. അവിടെ മറ്റാർക്കും അങ്ങോട്ടേക്ക് പ്രവേശനമില്ല. മാധ്യമപ്രവർത്തകരുടെ വലിയൊരു പട തന്നെ അവിടെ ഉണ്ട്. എന്താണ് ദിലീപിന് സംഭവിക്കുക എന്നതിൻ്റെ ആകാംക്ഷ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പോലെ ഇവിടെയും ആലുവയിലും സഹപ്രവർത്തകരുണ്ട്, ദിലീപിൻ്റെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്. ഇന്നലെ അല്പം മുമ്പ് ദിലീപിൻ്റെ അനിയൻ അനൂപ് അങ്ങോട്ടേക്ക് എത്തിയെന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്ക് ഡാനി പോളിലേക്ക് കൂടി ഒന്ന് പോകണം. ആദ്യം മുതൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിനെ ഫോളോ ചെയ്യുന്ന ഒരാൾ കൂടിയാണ് ഡാനി. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. എത്രയോ വർഷം നീണ്ട വിചാരണ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിനുശേഷം കണ്ടു. മലയാള സിനിമയിൽ വന്ന വലിയ മാറ്റങ്ങൾ, അതായത് അഗ്രഗണ്യനായി മലയാളത്തിൻ്റെ എല്ലാ മേഖലയും നിയന്ത്രിച്ചിരുന്ന ഒരു നടന് വന്ന ഒരു പതനം, അത് അന്നൊക്കെ നമ്മൾ മാധ്യമ പ്രവർത്തകരായി പറഞ്ഞ പോലെ ഫീൽഡിലൊക്കെ റിപ്പോർട്ടിങ്ങിൽ ഉള്ള സമയത്ത് അന്നത്തെ കേസൊക്കെ ഓർക്കുന്നുണ്ട്. പി ടി തോമസിനെ ലാൽ ഫോണിൽ വിളിക്കുന്നു. ലാലിൻ്റെ വീടിന് മുൻപിൽ ഈ പെൺകുട്ടിയെ ഇറക്കി വിടുന്നു, നടിയെ ഇറക്കി വിടുന്നു. ലാൽ ഫോണിൽ വിളിക്കുന്നു. പി ടി തോമസ് അതിനുശേഷം IG യെ വിളിക്കുന്നു. രാത്രി അവരെല്ലാം എത്തുന്നു. പിന്നീട് ഉണ്ടായ സംഭവവികാസങ്ങൾ അത് എത്ര വർഷമായി നമ്മൾ കാണുന്നതാണ്. പിന്നീട് മൊഴി മാറ്റുന്നവരുടെ ഒരു എണ്ണം, ലിസ്റ്റ് ഓഫ് ആക്ടേഴ്സ്, ആക്ട്രസ്, WCC എന്ന സംഘടന രൂപപ്പെടുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വലിയ പോരാട്ടങ്ങൾ നടക്കുന്നു. ആദ്യം പിന്തുണച്ചവർ, നടിയെ പിന്തുണച്ചവർ പിന്നീട് പിന്മാറുന്നു. അങ്ങനെ എന്തൊക്കെ മാറ്റങ്ങൾ. ഈ കേസിൻ്റെ നാൾ വഴികൾ നോക്കിയാൽ കൗതുകകരമാണ്, അത്ഭുതകരമാണ്. നിയമവൃത്തങ്ങളെ പോലും അമ്പരപ്പിക്കുന്ന പല നീക്കങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടന്നു എന്നുള്ളതാണ്. തീർച്ചയായും രഞ്ജിത്ത്, രഞ്ജിത്ത് സൂചിപ്പിച്ച വിശേഷണങ്ങൾക്കൊപ്പം അതിവിചിത്രവുമാണ് എന്നുകൂടി നമുക്ക് ചേർക്കേണ്ടി വരും. കാരണം ഒരുപക്ഷെ കുറേ നാളുകൾക്ക് ശേഷം മലയാള സിനിമയെ എടുക്കുമ്പോൾ അത് ഈ നടി ആക്രമണ കേസിന് മുൻപും പിൻപും എന്ന രീതിയിലേക്ക് തിരിക്കും പോലെ അത്ര കണ്ട ആ രീതിയിലേക്ക് മലയാള സിനിമ മാറിയിട്ടുണ്ട് എന്ന് ഒരു സംശയവുമില്ല. കാരണം ഒരു വനിതാ കൂട്ടായ്മയുടെ അടക്കം ഉദയം കാണുന്നു. പിന്നീട് അവർക്ക് ഒരു പ്രാതിനിധ്യം വേണമെന്ന് തോന്നുന്നത് പോലും ഈ ഒരു സംഭവങ്ങൾക്ക് ശേഷമാണ്. നമുക്ക് ഈ കേസിലേക്ക് വരികയാണെങ്കിൽ ഏതാണ്ട് 28ഓളം പേരാണ് ഇതിൽ മൊഴിമാറ്റം നടത്തിയിട്ടുള്ളത്. ഈ കേസിൽ 28 പേർ, അത് ദിലീപിൻ്റെ അടുത്ത ബന്ധുക്കളുണ്ട്, അതോടൊപ്പം തന്നെ അടുത്ത സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഈ കേസിൽ ഒരുപക്ഷെ അതിൻ്റെ വളരെ ശക്തമാകേണ്ട, വളരെ തുടക്കത്തിൽ പോലീസിന് നൽകിയ മൊഴികളുണ്ടായിരുന്നു, അതിശക്തമായ മൊഴികളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇതെല്ലാം തന്നെ തിരുത്തുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. വിചാരണ വേള ഇതെല്ലാം സ്വാഭാവികമായും തന്നെ ചിലർ സ്വാധീനങ്ങൾ മറ്റു കാര്യങ്ങൾ ഉപയോഗിച്ച് പലരും തന്നെ ആ മൊഴി അടക്കം തിരുത്തുന്ന കാര്യത്തിലേക്കെല്ലാം തന്നെ. ഇപ്പോൾ ദിലീപിൻ്റെ ഭാര്യയായിട്ടുള്ള കാവ്യ മാധവൻ്റെ മൊഴി അന്ന് വളരെ സുപ്രധാനമായ ഒരു മൊഴിയായിരുന്നു ആ ഘട്ടത്തിലുണ്ടായിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് ഈ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച്, അന്നൊരു താരനിശയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് തൻ്റെ അടക്കം ചിത്രങ്ങൾ എടുത്ത് മഞ്ജു വാര്യർക്ക് ഈ ആക്രമിക്കപ്പെട്ട നടി നൽകിയെന്ന അതിസുപ്രധാനമായ ഒരു മൊഴിയുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിൽ തിരുത്തപ്പെടുകയുണ്ടായിരുന്നു. പിന്നീട് ദീർഘകാലം അമ്മ സെക്രട്ടറി ആയിരുന്ന ഇടവേള ബാബുവിൻ്റെ ഒരു മൊഴിയുണ്ടായിരുന്നു. ഈ നടി പരാതിപ്പെട്ടിട്ടുണ്ട് ദിലീപ് തൻ്റെ അവസരങ്ങൾ അത് പലതും തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഇല്ലാതാക്കിയെന്ന് പരാതിപ്പെട്ടതായിട്ട് പറഞ്ഞിരുന്നു. ബിന്ദു പണിക്കരുടെ മൊഴിയുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് ഇതിൽ ഇവർ തമ്മിലുള്ള വിഷയം, ദിലീപും തമ്മിലുള്ള വിഷയം തന്നോട് പറഞ്ഞിരുന്നു. തനിക്കറിയാമായിരുന്നു ചില പ്രശ്നങ്ങൾ. അതും പിന്നീടുള്ള ഈ ട്രയലിനിടയിൽ തന്നെ തിരുത്തുകയുണ്ടായി. അങ്ങനെ നിരവധിയായ മൊഴിമാറ്റങ്ങളുടെ അടക്കം അതിവിചിത്രമായിരുന്നു ഇതിൻ്റെ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പോകുമ്പോൾ. IA വിസ്തരിച്ച ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെ അടക്കം നിരവധി ദിവസങ്ങളിലേക്ക് വിസ്തരിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോകുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ മാറിയിരുന്നു. ഒപ്പം തുടക്കത്തിൽ രഞ്ജിത്ത് ചോദിച്ചതുപോലെ ദിലീപിൻ്റെ ഒരു സമഗ്രാധിപത്യത്തിലേക്ക് മലയാള സിനിമ നീങ്ങുന്നു എന്നൊരു ഘട്ടമുണ്ടായിരുന്നു. അവിടെ വെച്ചാണ് ഈ ഒരു നടിയെ ആക്രമിച്ച സംഭവം ഉണ്ടാകുന്നത്. ഒരു ചെറിയ നടൻ എന്ന രീതിയിൽ തുടങ്ങി പിന്നീട് മലയാള
മലയാളത്തിൻ്റെ ഒരു താരസിംഹാസനത്തിലേക്ക് വരുന്നു. അവിടെ നിന്നും മാത്രം ഒതുങ്ങുന്നില്ല, നിർമ്മാണ രീതിയിലേക്ക്, നിർമ്മാണ കമ്പനികളിലേക്ക് വരുന്നു, ഒപ്പം സിനിമാ പ്രദർശനശാലകളിലേക്ക് വരുന്നു. അങ്ങനെ സിനിമയുടെ സമസ്ത മേഖലകളിലും സമഗ്രാധിപത്യം എന്ന രീതിയിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു കേസ് ഉണ്ടാകുന്നത്. പിന്നീട് ദിലീപ് ഈ കേസിൽ ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലാകുന്ന രീതിയിലേക്ക് വരുന്നു. അന്ന് ഈ ജൂലൈ 10 അറസ്റ്റിലാകുമ്പോൾ ദിലീപിനെ കോഫി ഹൗസിലേക്ക് ആലുവയിലെ കോഫി ഹൗസിലേക്ക് അന്നത്തെ ആലുവ റൂറൽ SP എ.വി. ജോർജ് വിളിച്ചു വരുത്തുകയാണ്. വിളിച്ചു വരുത്തിയ ശേഷമാണ് പറയുന്നത് ദിലീപിനോട്, ദിലീപ് ഈ കേസിൽ നിങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലേക്ക്, രേഖപ്പെടുത്താനുള്ള സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു, മുഴുവൻ തെളിവുകളും ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് തനിക്കൊപ്പം വരിക എന്ന് പറഞ്ഞുകൊണ്ടാണ് ദിലീപിനെ അവിടെ നിന്ന് കോഫി ഹൗസിൽ നിന്ന് ദിലീപിനെ കൂട്ടിച്ചേർക്കുന്നത്. പിന്നീട് ക്യാമ്പ് ഹൗസിലേക്ക്, അവിടേക്ക് പോലീസ് ക്ലബ്ബിലേക്ക്, ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് പോവുകയായിരുന്നു. പിന്നീടാണ് ഈ കേസിൻ്റെ തന്നെ ഗതി മാറ്റുന്ന രീതിയിലേക്കുള്ള ഈ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. അന്ന് രഞ്ജിത്ത് ഓർക്കുകയാണ്, ഈ അറസ്റ്റിന് ശേഷം പിന്നീട് ഡാനി തിരിച്ചു വരാൻ നമുക്ക് ആജ്ഞയിലേക്ക് ഒന്നുകൂടി പോകണം. അവിടെ ചില ദൃശ്യങ്ങളൊക്കെ വരുന്നുണ്ട്, ദിലീപിൻ്റെ ആണ് എന്നറിയില്ല. ചില കാറുകൾ ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. ഏതായാലും കോടതിയിലേക്ക് പുറപ്പെടണം. 11 മണിക്ക് ഈ 10 പ്രതികളും കോടതിയിൽ ഹാജരാകേണ്ടതുണ്ട്. ഈ 10 പ്രതികളും വളരെ കൃത്യമായി തന്നെ കോടതിയിലെത്തണം. അവർ പ്രതിക്കൂട്ടിൽ നിൽക്കണം. അതിനുശേഷം പ്രതികളാണ് എന്ന് കോടതിയിൽ വിധിക്കുന്നവർ അവിടെ തുടരണം. ഒരുപക്ഷെ ഇന്ന് തന്നെ അവരെ ജയിലിലേക്ക് മാറ്റും. നിരപരാധികൾ എന്ന് പറയുന്നവർ, നിരപരാധികൾ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, കോടതി അത്തരത്തിൽ ഇവരെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് മാറി നിൽക്കാം. അവർ ഫ്രീ ആണ്, അവരെ പിന്നീട് പുറത്തേക്ക് വിടുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അല്ലാത്തവർ സ്വാഭാവികമായും ആ തരത്തിൽ കോടതിയിൽ തന്നെ തുടരണം. പിന്നീട് പോലീസിൻ്റെ, കോടതിയുടെ നിയമക്രമങ്ങൾ, നിയമ നടപടികൾ അവർ നേരിടേണ്ടി വരും. ആജ്ഞ രവീന്ദ്രനുണ്ട് അവിടെ. ആജ്ഞ, എന്താണ് മനസ്സിലാക്കേണ്ടത്? ദിലീപും സംഘവും പുറപ്പെടാൻ തയ്യാറായോ? വീട്ടിലുണ്ട് എന്നാണ് കരുതേണ്ടത്. എപ്പോഴേക്ക് പോകും? പുറപ്പെട്ടു, ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ദൃശ്യങ്ങൾ അല്പസമയത്തിന് തന്നെ ലഭ്യമാകും. ഇപ്പോൾ കോടതിയിലേക്ക് ദിലീപും സംഘവും പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറെ നിർണായകമായ ഒരു വിധി ദിനമാണ് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്നുള്ളത് എന്നുള്ളതാണ്. ബലാത്സംഗം നടത്താൻ കൊട്ടേഷൻ കൊടുത്തതിൽ ഒരു സൂപ്പർ താരം, ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കാം, മലയാള സിനിമയെ അടക്കി വാണിരുന്ന ഒരു സൂപ്പർ താരം ജയിലഴികളിലേക്ക് പോകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ദിലീപാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകണം. ദിലീപ് കോടതിയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങൾ. ഒരുപക്ഷെ ഈ കാറിനുള്ളിൽ ദിലീപുണ്ട്, ദിലീപിൻ്റെ ബന്ധുക്കൾ, സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. അനിയനടക്കം ദിലീപിനൊപ്പം കോടതിയിലേക്ക് എത്തും എന്ന് മനസ്സിലാക്കണം. വളരെ പെട്ടെന്ന് ആ ദൃശ്യങ്ങളുടെ വളരെ കൃത്യമായ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തും. നമുക്കറിയാം, ഏതാണ്ട് 10 പ്രതികളുള്ള കേസാണ്. 2017 ഫെബ്രുവരി 17 നടന്ന ഒരു സംഭവം. അതിനുശേഷം മലയാള സിനിമയുടെ ചരിത്രത്തിൽ നേരത്തെ ഡാനി പറഞ്ഞതുപോലെ 2ആയി സിനിമാ രംഗം മാറുന്ന, ഡിവൈഡ് ആകുന്ന ദൃശ്യങ്ങൾ, കാഴ്ചകൾ നമ്മൾ കണ്ടു. മലയാള സിനിമയുടെ ചരിത്രം രേഖപ്പെടുത്തുക, നടിയെ ആക്രമിച്ച് കേസ് നടന്ന 2017 ഫെബ്രുവരി 17 ശേഷവും മുൻപും എന്നായിരിക്കും ഒരു പക്ഷേ. അത്രത്തോളം പ്രമാദമായ ഒരു സംഭവത്തിൻ്റെ വിചാരണ നടപടികൾ കഴിഞ്ഞ 8 വർഷമായി നടക്കുകയാണ് എന്നുള്ളതാണ്. കോടതിയിലേക്ക് നടൻ ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ കോടതിയിലെത്തി വിചാരണ നടപടികൾക്ക് വിധേയമാകണം. കോടതിയുടെ തീരുമാനം, നിരീക്ഷണം എന്താണ് എന്നുള്ളത് കാത്തിരുന്നു കാണണം. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായി ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് 8 വർഷം നീണ്ട വിചാരണ നടപടികളുടെ ഒരു ക്ലൈമാക്സിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ആർക്കനുകൂലമാകും? ദിലീപിന് ആശ്വാസമാകുമോ, അതോ സൂപ്പർ താരം ഇരുമ്പഴിക്കുള്ളിലേക്ക് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത ഇന്ന് വരുന്ന ദിവസമാണ്. എത്രയോ വിചാരണ നടപടികൾ, എത്ര മൊഴികൾ, 200-ന് മുകളിൽ സാക്ഷികളെ വിസ്തരിക്കുന്ന ഒരു കേസ്, സാഹചര്യ തെളിവുകളിൽ കൂടുതലായും പ്രോസിക്യൂഷൻ ആശ്രയമർപ്പിക്കുന്ന ഒരു കേസ്. നേരത്തെ പറഞ്ഞതുപോലെ സാഹചര്യ തെളിവുകളാണ് കൂടുതലായും ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമാകുന്നത്, കോടതി പരിഗണിക്കാൻ പോകുന്നത്. മറ്റ് തെളിവുകളുടെ അഭാവം ഈ കേസിനെ പലതരത്തിൽ ബാധിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോഴും കൃത്യമായ സാഹചര്യ തെളിവുകൾ നിരവധിയായി ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിച്ച ഒരു പശ്ചാത്തലം ഈ കേസിന് ബലം നൽകുമോ എന്ന കാര്യമാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇന്നലെ ഒക്കെ
നമ്മൾ പ്രോസിക്യൂഷൻ ഭാഗത്തെ അഭിഭാഷകരോട് അതിജീവിതയുടെ അഭിഭാഷകരോടൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ്. എല്ലാ പ്രതികളും ശിക്ഷിക്കപ്പെടും, അതിനാവശ്യമായ നടപടിക്രമങ്ങൾ തങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നവർ ആത്മവിശ്വാസത്തോടെ പറയുമ്പോഴും കോടതിയുടെ മനസ്സിൽ എന്തൊക്കെയാണ് കോടതി എന്തൊക്കെ പറഞ്ഞാലും കോടതിയുടെ മുന്നിൽ എത്തിച്ച തെളിവുകൾ, അതിന് നമ്മുടെ IPC സെക്ഷനിലും ഒക്കെ അടക്കം വളരെ പ്രധാനമായും ബലമുണ്ടാകുന്ന തെളിവുകളുണ്ടോ എന്ന കാര്യമൊക്കെ കാത്തിരുന്ന് കാണേണ്ടി വരും. ഭാരതീയ ന്യായ സംഹിത അത് വളരെ പ്രധാനമായ ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. 8ാം പ്രതിയായ ദിലീപ് ഇപ്പോൾ കോടതിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. തൻ്റെ KL 41000005 KL 41M 005 വണ്ടിയിലാണ് ഇപ്പോൾ ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദിലീപിനൊപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റുമുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഏതായാലും ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. 10:30 അല്പസമയത്തിനകം തന്നെ കോടതിയിൽ എത്തും. അതിനുശേഷം അവിടെ കോടതിയുടെ നടപടിക്രമങ്ങൾക്ക് വിധേയനാകേണ്ടി വരും. വിധി പ്രസ്താവം ഇന്നുണ്ടാകും. കുറ്റക്കാരനാണോ അതോ നിരപരാധിയാണോ എന്ന കാര്യത്തിൽ കോടതി തീരുമാനം പറയും. പക്ഷേ ശിക്ഷ വിധിക്കുക ഒരുപക്ഷെ 1-2 ദിവസം വൈകിയാവും, അല്ലെങ്കിൽ നാളെ തന്നെ ശിക്ഷ വിധിച്ചേക്കാം എന്നാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ നടപടിക്രമങ്ങളും കോടതി പൂർത്തിയായി കഴിഞ്ഞു. ഇനി അത് വിധിക്കുക എന്നത് മാത്രമാണ് കോടതിക്ക് മുന്നിലുള്ളത്. നമ്മുടെ പ്രതിനിധികൾ വിവിധ മേഖലകളിൽ തുടരുന്നുണ്ട്. അവരിലേക്ക് വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. ഫെബ്രുവരി 17 നടന്ന സംഭവം അതിൻ്റെ ശിക്ഷാ വിധി അല്പസമയത്തിനകം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. വെള്ള ഷർട്ടിട്ട് തൻ്റെ വെള്ള ഇന്നോവ കാറിൽ ഇപ്പോൾ ദിലീപ് കോടതിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ആലുവയിലെ വീട്ടിൽ നിന്ന് ദിലീപ് അടക്കം 10 പ്രതികൾക്കും ഇന്ന് കോടതിയിൽ എത്തേണ്ടി വരും, ഹാജരാകേണ്ടി വരും. നമുക്ക് മനസ്സിലാക്കുന്നത് അതിജീവിത കോടതിയിൽ എത്തില്ല, അവർ തൃശ്ശൂരിലെ വീട്ടിൽ തുടരുമെന്ന വിവരം കൂടി പുറത്തു വരികയാണ്. പക്ഷേ പ്രതികളെല്ലാം എത്തണം, കോടതി എന്താണ് പറയുന്നത് കേൾക്കണം. പ്രധാനപ്പെട്ട നിയമ നടപടിക്രമങ്ങൾ ഇത് ബാക്കിയുണ്ട്. വടിവാൾ സലിം, VP സജീഷ്, വിജീഷ്, B മണികണ്ഠൻ, മാർട്ടിൻ ആന്റണി എന്നിവർ അടക്കമുള്ള മേസ്ത്രി സനിൽ എന്നിവരടക്കമുള്ള പ്രതികൾ, VIP എന്ന അറിയപ്പെട്ടിരുന്ന ദിലീപിൻ്റെ സുഹൃത്തായ ശരത് S നായർ, ഇവരൊക്കെ പ്രതികളാണ്. കർശന ഉപാധികളോടെ ഇവർക്കൊക്കെ ജാമ്യം ലഭിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ദീർഘനാൾ ജയിലിൽ കഴിയുന്ന പൾസർ സുനി 2024 സെപ്റ്റംബറിലാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയപ്പോൾ 1-ാം പ്രതിയായ സുനി പുറത്തിറങ്ങിയത്. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ എന്നിവയിൽ ഗൂഢാലോചന നടത്തിയെന്നാണ് ദിലീപിനെതിരായ പ്രധാനപ്പെട്ട കുറ്റം. കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ് നൽകിയ സംവിധായകൻ ബാലേന്ദ്രകുമാർ അന്തരിച്ചു. PT തോമസ് MLA ഇടപെടൽ ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തെടുക്കണം. അങ്ങനെ വലിയ തോതിലുള്ള കാര്യങ്ങൾ മാഡം എന്ന പൾസർ സുനി വിളിച്ച മാഡം ആരാണ് എന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. ഹാഷ് വാല്യൂ മാറ്റിയ പശ്ചാത്തലമൊക്കെ വലിയ ചർച്ചയായതാണ്. ഏതായാലും വലിയ തോതിലുള്ള നടപടിക്രമങ്ങൾക്ക് നിയമവഴികൾക്ക് ശേഷം ഇപ്പോൾ ഏതാനും മിനിറ്റുകൾക്കകം ഈ കേസിൽ വിധി പ്രസ്താവത്തിന് പോവുകയാണ്. ടോം കുര്യാക്കോസ് തുടരുന്നുണ്ട്. ടോം, ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു, മറ്റു പ്രതികൾ ഈ കോടതി പരിസരത്തേക്ക് എത്തേണ്ടതുണ്ട്. അവരും എത്തിയ ശേഷം 11 മണിയോടുകൂടി കാര്യങ്ങൾ തുടങ്ങുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മറ്റു കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കണം. ഇവരുടെ നേരത്തെ CN പ്രകാശ് പറഞ്ഞതുപോലെ നടപടിക്രമങ്ങൾ കോടതിയുടേതായ ബാക്കിയുണ്ട്. ഇന്ന് ഒരുപക്ഷെ നേരത്തെ CN പറഞ്ഞതുപോലെ ശിക്ഷ ആരൊക്കെ കുറ്റക്കാരെന്ന് വിധിച്ചേക്കാം, ശിക്ഷാവിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചേക്കാം. സാധാരണ ഇത്തരം കേസുകളിൽ അങ്ങനെയാണ് പതിവ് കോടതിയുടെ. തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ അതായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇന്ന് 11 മണിക്ക് നടിയാക്രമണ കേസിൽ വിധി വരും. 10 പ്രതികളും ഈ കോടതിയിൽ 11 മണിക്ക് മുൻപ് തന്നെ എത്തും. ദിലീപ് ആലുവയിലെ വീട്ടിൽ നിന്നും തിരിച്ചിട്ടുണ്ട്. അതിനുശേഷം സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ചില ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ആരാധനാലയങ്ങളിലൊക്കെ സന്ദർശനം നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കാം കോടതിയിലേക്ക് വരിക. മറ്റു 10 പ്രതികളും 11 മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്തുമെന്ന് ഉറപ്പാണ്. പക്ഷേ നടി, അതായത് ഈ അതിജീവിത എത്തില്ല, ഈ കോടതിയിൽ എത്തില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് മാത്രമല്ല, അതിജീവിതയെ സംബന്ധിച്ച് മാത്രമല്ല, മലയാളികളെ ഒന്നടങ്കം, പ്രത്യേകിച്ചും സ്ത്രീകൾ ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു കേസ് കൂടിയാണിത്. അതായത് കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു സംഭവമായിരുന്നു നടിയാക്രമണം. ഒരു ബലാത്സംഗത്തിന് കൊട്ടേഷൻ നൽകുക, അതും നീചമായ രീതിയിൽ അവരെ ബലാത്സംഗം ചെയ്ത് അതിന്റെ ദൃശ്യങ്ങൾ പകർത്തി പിന്നീട് ഭീഷണിപ്പെടുത്തുന്നു. അതില് ദിലീപാണ് ആ ഗൂഢാലോചനയ്ക്ക് പിന്നില്. കൊട്ടേഷൻ നൽകിയത് ദിലീപാണ് എന്നതായിരുന്നു
പൾസർ സുനിയുടെ മൊഴി, പോലീസ് അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകളടക്കം അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷന് കോടതിയിൽ സമർപ്പിക്കാനും കഴിഞ്ഞു. ആ ഡിജിറ്റൽ തെളിവുകളും സാക്ഷിമൊഴികളും ഉൾപ്പെടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് കോടതി ഈ കേസിൽ, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ കേസിൽ വിധി പറയുക. ഈ കേസിന്റെ ഒരു സ്വഭാവം നേരത്തെ ഡാനി ഇപ്പോൾ തന്നെ സൂചിപ്പിച്ചു. പ്രത്യേകിച്ചും മലയാള സിനിമ മേഖലയിൽ തന്നെ ഉണ്ടായ, അതിനു മുൻപ് തന്നെ മലയാള സിനിമയിൽ നിരവധി ക്രിമിനൽ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, കൊട്ടേഷൻ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്, ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും ഈ നടിയാക്രമണ കേസിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും, പല നിഗൂഢമായ പല കാര്യങ്ങളും പുറത്തു വന്നത്. അത്തരം ഞെട്ടിപ്പിക്കുന്ന ഓരോ സംഭവങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം നമുക്ക് കേൾക്കാൻ കഴിഞ്ഞതാണ്. കാരണം ഇതിനു ശേഷമായിരുന്നു WCC എന്ന സിനിമയിലെ വനിതാ കൂട്ടായ്മ രൂപീകൃതമാകുന്നത്. അതായത് സിനിമ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ചൂഷണങ്ങൾ, സ്ത്രീകൾ നേരിടുന്ന വിവേചനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യുന്നു. WCC രൂപീകരിക്കുന്നു. മുഖ്യമന്ത്രി, അതായത് ഇരയ്ക്ക് നീതി കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിയെ, ഒരു കൂട്ടം വനിതാ സിനിമാ പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കാണുന്നു. അങ്ങനെ ഇതിനു ശേഷമുണ്ടായ നിയമപോരാട്ടം മാത്രമല്ല, സ്ത്രീ സമൂഹത്തിന്റെ ഒരു പോരാട്ടം. കാരണം സിനിമാ മേഖലയിൽ ഈ ദിലീപിന്, അതായത് ഈ കേസിലെ പ്രതിയായിട്ടുള്ള 8ാം പ്രതിയായിട്ടുള്ള നടൻ ദിലീപിന് പിന്തുണ നൽകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തുടക്കത്തിൽ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, അമ്മ സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടായതാണ്. അതായത് അമ്മയുടെ നേതൃത്വം പോലും അന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് 2 മക്കളും ഒരുപോലെയാണ്. അതായത് അങ്ങനെ ദിലീപിന് പിന്തുണ കൊടുക്കുന്ന, അതായത് ഞങ്ങൾ നടിക്കൊപ്പമാണ്, അതിജീവിതയ്ക്കൊപ്പമാണെന്ന് പ്രഖ്യാപിക്കുമ്പോഴും ഈ ദിലീപിനെ സംരക്ഷിക്കാനുള്ള നീക്കം സിനിമാ മേഖലയിലെ ഈ പ്രത്യേകിച്ച് അമ്മ സംഘടനയിലെ പ്രമുഖരുടെ ഭാഗത്തുനിന്ന്, ഇവിടെ സൂപ്പർ താരങ്ങളുടെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷെ അതിനുശേഷം ദിലീപ് അറസ്റ്റിലാകുന്നതുവരെയും ദിലീപിനെ സംരക്ഷിക്കാൻ ദിലീപും തങ്ങളുടെ അമ്മയുടെ മകനാണെന്ന രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. പക്ഷെ അതിനുശേഷം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. പിന്നീട് ദിലീപിനെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ദിലീപിന്റെ ആ ഒരു സ്വാധീനം, ദിലീപിന്റെ സ്വാധീനത്തിലായിരുന്നു അതുവരെയും മലയാള സിനിമാ മേഖല. ഈ അമ്മ സംഘടന, മറ്റു ചലച്ചിത്ര സംഘടനകളൊക്കെ ദിലീപിന്റെ ഒരു നിയന്ത്രണത്തിലായിരുന്നുവെങ്കിൽ ഈ കേസോട് ദിലീപിന്റെ അറസ്റ്റോടുകൂടി കാര്യങ്ങളെല്ലാം തകിടം മറിയും. പിന്നെ ദിലീപിന്റെ വലിയൊരു പതനമാണ്, വീഴ്ചയാണ് ഈ കേസിൽ പിന്നീട് സംഭവിക്കുന്നത്. അതായത് 85 ദിവസത്തോളം ദിലീപിന് ജയിലിൽ കിടക്കേണ്ടി വരുന്നു. പക്ഷേ അത് ഈ സിനിമയുടെ ചരിത്രത്തിൽ ഒരു സൂപ്പർ താരം ഇത്തരത്തിൽ ഈ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട്, അതിന്റെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന 85 ദിവസം ജയിലിൽ കിടക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. നമുക്കറിയാം, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. ഹണി എം വർഗീസ് ശ്രീമതി ഹണി എം വർഗീസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അത്തരത്തിൽ ഏറെ സങ്കീർണമായ ഒരുപാട് നിയമക്രമങ്ങളുള്ള, നിയമവഴികളുള്ള ഒരു കേസ്, അതിൻ്റെ വിധി പ്രസ്താവത്തിനായി ജഡ്ജി കോടതിയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെയുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയ കുറ്റങ്ങൾക്ക് കേസുണ്ട്. നിയമത്തിൽ തന്നെ, ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ വളരെ നിർണായകമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിക്ഷിക്കപ്പെടുമോ ദിലീപ്, അതോ ദിലീപുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശ്വാസമുണ്ടാകുമോ, ദിലീപിൻ്റെ ക്യാമ്പിന് ആശ്വാസമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അവമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ, അങ്ങനെ ഏറെ സങ്കീർണമായ നിയമവഴികളുള്ള, ഏറെ സങ്കീർണമായ നിയമ പ്രക്രിയകളിലൂടെ കടന്നു വന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുക. ഡാനി ഇപ്പോൾ അവിടെയുണ്ട്. ഡാനി, ഇപ്പോൾ കോടതി പരിസരം കുറച്ച് തിരക്കേറി വരുന്നു അല്ലേ? ഏതാണ്ട് 10 മണിയോടെ കാര്യങ്ങൾ അടുക്കുന്നു. ഇനി അധികം സമയമില്ല. 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമാണ് നമ്മളൊക്കെ കാത്തിരിക്കുന്ന, കേരളം കാത്തിരിക്കുന്ന വിധിന്യായം വരാനുള്ളത്. അഭിഭാഷകരും പ്രതികളൊക്കെ എത്തി തുടങ്ങി അങ്ങോട്ടേക്ക്. രഞ്ജിത്ത്, കോടതി പരിസരത്തേക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ അതിൻ്റെ ഒരു വിധിന്യായത്തിലേക്ക് അടക്കം കടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പതിവിൽ കൂടുതൽ എന്നല്ല, വളരെയധികം തന്നെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണം, കാരണം ഇതിനകത്തുകൂടി ഒരു പൊതു റോഡ് കൂടി കടന്നു പോകുന്നുണ്ട്, രഞ്ജിത്തിനറിയാം, അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ, നോ പാർക്കിംഗ് സമ്പ്രദായം അടക്കമുള്ള കാര്യങ്ങൾ
നിയന്ത്രണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇതിനകത്തേക്കുള്ളൊരു പ്രവേശനം വളരെയധികം നിയന്ത്രിച്ചിട്ടുണ്ട്. ക്യാമറകൾക്ക് ഒരു കോടതി വളപ്പിനകത്തേക്ക്, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു അനുമതി നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയിലെല്ലാം തന്നെ സാധാരണ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പല കോടതികളിലും ഈ ജുഡീഷ്യൽ CJM കോടതികളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അതിനുള്ളൊരു സാവകാശമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതിനകത്തേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗേറ്റുകൾ അടച്ചിട്ടുണ്ട്. ഇതിൽ പ്രവേശനം ക്യാമറകൾക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്ക്, ഒപ്പം തന്നെ ഈ കേസുമായി വരുന്നവർക്ക്, അതായത് മറ്റ് കേസുകളെല്ലാം തന്നെ നടക്കുകയാണല്ലോ, അവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനം പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പലരായിട്ട് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. വിവിധ കേസുകളിൽ കോടതി ജീവനക്കാരും അതോടൊപ്പം തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ വരുന്നൊരു സമയത്തിലേക്ക് കടന്നിരിക്കുന്നു. 10 മണിയാവുന്നു. അതോടുകൂടി കോടതി പരിസരവും എല്ലാം തന്നെ സജീവമാകും. വൈകാതെ തന്നെ ഈ കേസിലെ പ്രതികളായവർ 10ഓളം പ്രതികൾ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാം തന്നെ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ പറഞ്ഞതുപോലെ ദിലീപ് അടക്കം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു പ്രതികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ കർശനമായ പരിശോധനയും അടക്കം എല്ലാം തന്നെയും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ജീവനക്കാരെല്ലാവരും തന്നെയും ID കാർഡ് എല്ലാം തന്നെ കാണിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ളൊരു പരിശോധനകൾ സാധാരണ സ്വാഭാവികമായി ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അത്രമേൽ പ്രമാദമായ ഒരു കേസിലേക്ക് അതിൻ്റെ നടപടികളിലേക്കെല്ലാം തന്നെ നടക്കുമ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും എല്ലാം തന്നെയുണ്ട്. കാരണം ഇത് വളരെ സജീവമായി മാധ്യമങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തന്നെ പോകുന്നു. പൊതുവിൽ ഇതിൽ എന്ത് സംഭവിക്കുന്നു കോടതിയിലെന്ന സാഹൂതം ഈ കേരളം തന്നെ മൊത്തം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കോടതി പരിസരമാണ്, സ്വാഭാവികമായും അതിനുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത് പതിവിൽ കൂടുതൽ ഒരു നിയന്ത്രണങ്ങളിലേക്ക് കേസിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ചുകൊണ്ട്, കേസിൻ്റെ ഒരു ഗൗരവതരമായൊരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണത്തിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നത്. പൂർണ്ണമായും പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് കോടതി പരിസരവും എല്ലാം തന്നെ. ഏതായാലും വൈകാതെ തന്നെ മറ്റു പ്രതികളും എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. സമയം മുമ്പ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി, പ്രത്യേകിച്ച് ഈ പ്രത്യേക വിചാരണ കോടതി ജഡ്ജി കൂടിയ ഹണിയം വർഗീസ് അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. അവർ ഒരു ചേംബറിലേക്ക് പോയിരിക്കുന്നു. 2ാം നിലയിലാണ് കോടതി മുറിയുള്ളത്. അവിടേക്ക് വൈകാതെ തന്നെ മറ്റു പ്രതികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിവിടെ വരുന്നു. പക്ഷേ ഇതിൽ അകത്തേക്ക് കയറി റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാരണം ഇതൊരു ക്യാമറ പ്രൊസീഡിങ്സ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നത് കാര്യങ്ങൾ പിന്നീടാണ് അതിൻ്റെ ഒരു വസ്തുതകളിലേക്കും കാര്യങ്ങളിലേക്കും എത്താനായിട്ട് കഴിയുക. അതുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരിടത്ത് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാം, ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ തന്നെ പലപ്പോഴും തന്നെയും ഈ അതിജീവിതയ്ക്ക് പല രീതിയിൽ തൻ്റെ കേസിൻ്റെ മെറിറ്റിന് വേണ്ടി പൊരുതേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, നമുക്ക് അത് ഓർത്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു തെളിവുകളുടെ ഈ ഹാഷ് വാല്യൂ മാറിയ കാര്യങ്ങളുണ്ട്. അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു തെളിവിൻ്റെ അതിൻ്റെ ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ആണ് മാറിയതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ അത്രമേൽ ഇടപെടലുകളടക്കം നടക്കുന്നു എന്നതെല്ലാം തന്നെ കോടതിയിലടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് പോകേണ്ടി വന്ന് തന്നെ സംബന്ധിക്കുന്ന തെളിവുകളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകേണ്ടി വരുന്നത് എത്ര കണ്ട് ഇടപെടൽ നടത്തിയിട്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിലുള്ള പരാതിയിലേക്ക് എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തു. കോടതി തന്നെ നിർദ്ദേശം നൽകുന്നു. ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന് പിന്നീട് ഹൈക്കോടതി അടക്കമുള്ള നിർദ്ദേശം നൽകുന്ന ഘട്ടത്തിലേക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന കാര്യങ്ങളുടെ തെളിവുകൾ പോലും അതിൻ്റെ ഒരു മെമ്മറി കാർഡ് പോലും ടാമ്പർ ചെയ്തെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ. തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ദിലീപ് ഈ 2017 അയച്ച ഒരു സന്ദേശമൊക്കെ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. താൻ വലിയ ടെൻഷനിലാണ്, താൻ വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഒപ്പം പോലീസ് മേധാവികൾക്കൊക്കെ അയച്ച ഒരു സന്ദേശമൊക്കെ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണാ വേളയിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തനിക്കെതിരെ പൾസർ സുനി വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കാണിച്ച് അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ കത്ത്, ഈ കത്തിൻ്റെ പകർപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, തുടർന്ന് പൾസർ സുനിയെ ചോദ്യം ചെയ്യുമ്പോൾ സുനി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്, സുനിയുടെ അമ്മയുടെ പ്രധാനപ്പെട്ട നിർണായകമായ ചില മൊഴികൾ, കോടതിക്ക് പുറത്തു വന്നതിന് ശേഷം, കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം
ശേഷം സുനി നടത്തിയ ചില നീക്കങ്ങളൊക്കെ വലിയ തോതിൽ ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധമൊക്കെ പ്രധാനമായി പറയുകയുണ്ടായി. ഏതായാലും ടോം കുര്യാക്കോസ് കൂടി തുടരുന്നുണ്ട്. ടോം, ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി അഭിഭാഷകർ സാഹചര്യ തെളിവുകളെയാണ് നമുക്കറിയാം കൂടുതലായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം മറ്റ് തെളിവുകൾക്ക് ഒരുപാട് അപര്യാപ്തതകളുള്ള ഒരു കേസാണ്. ഇന്നലെ TB മിനി അതിജീവിതയുടെ അഭിഭാഷക സംസാരിച്ചപ്പോഴും ഈ സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം, അത് ഈ കേസിൽ സ്വാധീനം, അത് ഇതിൻ്റെ വിധിന്യായത്തിൽ കോടതിയെ ഏത് തരത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന കാര്യത്തിലൊക്കെ അവർ കുറച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും എന്താണ് കോടതി തീരുമാനിക്കുക എന്നുള്ളത് നിർണായകമാണ്. തെളിവുകൾ സാക്ഷിമൊഴികളുടെ കൂറുമാറ്റത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ തെളിവുകളുടെ ഒരു ബലം അത് ഈ കേസിൽ 10 പ്രതികൾക്കും ശിക്ഷ ലഭിക്കാൻ പര്യാപ്തമാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെ അല്ലേ പ്രോസിക്യൂഷനുള്ളത്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ കേസിലെ 10 പ്രതികൾ, അതിൽ 6 പ്രതികളും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതായത് നമുക്കറിയാം, ഈ 2017 ഫെബ്രുവരി 17 അന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങൾ, ഈ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തെ സിനിമാ ലൊക്കേഷനിലേക്ക് വരുന്ന വഴിയാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് ആ വാഹനത്തിലൂടെ നടിയുടെ വാഹനം, ഈ അതിജീവിതയുടെ വാഹനം ഓടിച്ചിരുന്നത് മാർട്ടിനായിരുന്നു. ഈ നടിയെ, അതിജീവിതയെ ബലാത്സംഗം ചെയ്തത്, കൊട്ടേഷൻ പ്രകാരം ബലാത്സംഗം ചെയ്തത് പൾസർ സുനി. ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ 6 പ്രതികളുടെയും പങ്ക്, കേസുമായി ബന്ധപ്പെട്ട പങ്ക് കൃത്യമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് എളുപ്പമായിരിക്കും. പക്ഷെ ഗൂഢാലോചന, അതായത് ദിലീപിനെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുക, അത് ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുക എന്നതിലാണ് പ്രധാനമായും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യ തെളിവുകൾ അടക്കം നിർണായകമാവുക. അതിൽ എന്തുകൊണ്ടാണ് ദിലീപ് ഈ കൊട്ടേഷൻ കൊടുത്തത്, ദിലീപിന് ഈ നടിയോടുള്ള മുൻ വൈരാഗ്യം, പ്രത്യേകിച്ചും ദിലീപിന്റെ നമുക്ക് തുടരണം ടോമ, ഈ വാർത്തയിൽ തുടരണം. നമ്മുടെ പ്രതിനിധികളൊക്കെ ആലുവ ദിലീപിന്റെ വീട്ടിൽ നിന്ന് ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു, കോടതിയിലുണ്ട്. പ്രധാനപ്പെട്ട വിധി പ്രസ്താവം വരാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ തന്നെ വരുന്ന ബുള്ളറ്റിനുകളിലും ഉണ്ടാകും വളരെ കുറഞ്ഞ സമയത്തിന് ഇടവേളയ്ക്ക് ശേഷം.